ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസിൻ്റെ 100 Years of Solitude എന്നുള്ള നോവലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ് ഒരു കൊളംബിയൻ നോവലിസ്റ്റാണ്, റൈറ്ററാണ്. അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയത് ഈ ഒരു വർക്കിനാണ്. ആൻഡ് ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ എന്നുള്ള മറ്റൊരു ഫേമസ് വർക്കും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്ക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മാജിക്കൽ റിയലിസം എന്നുള്ള എലമെൻറ്റ് കാണാൻ സാധിക്കും. അതായത് റിയാലിറ്റി പ്ലസ് മാജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാൻറ്റസി ആയിട്ടുള്ള ഇവൻറ്റ്സ് ഇതിനകത്ത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്തെല്ലാം കാണാൻ സാധിക്കും. ഈ 100 Years of Solitude എന്ന് പറഞ്ഞാൽ 1967 പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു നോവലാണ്. ഒരു മൾട്ടി ജനറേഷണൽ സ്റ്റോറിയാണ്. ബെൻഡിയ ഫാമിലി മെക്കോണ്ടോ എന്നുള്ള ഫിക്ഷണൽ ടൗണിലാണ് ഉള്ളത്, സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഫാമിലിയുടെ കമ്മിങ് ജനറേഷൻസിനെ കുറിച്ചും ഒക്കെയാണ് ഇത് സംസാരിക്കുന്നത്. ഹിസ്റ്ററി, മിത്തോളജി, മാജിക്കൽ റിയലിസം ഒക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. അദ്ദേഹത്തിന് ഈ ഒരു വർക്കിന് നൊബേൽ പ്രൈസ് ലിറ്ററേച്ചറിന് കിട്ടിയത് 1982 അപ്പം നമുക്കിനി നോക്കാം. അപ്പോൾ ഡീറ്റെയിൽഡ് സമ്മറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ആദ്യമേ നമ്മൾ ഏർലി ജനറേഷനെ കുറിച്ചാണ് പറയുന്നത്. അതായത് മെക്കോണ്ടോ എന്നുള്ള ടൗണിൻ്റെ ആ ഒരു ഒറിജിൻ തൊട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നോവൽ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഹൊസെ ആർക്കേഡിയയും ഉർസുല എന്ന് പറയുന്നൊരു സ്ത്രീയും കൂടി കല്യാണം കഴിച്ചു. അവർ കൊളംബിയയിൽ നിന്നാണ്, അവർ കസിൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് പേടിയുണ്ട്. അവർ പിന്നെ ബ്ലഡ് റിലേറ്റീവ്സ് ആയതുകൊണ്ട് തന്നെ അവരുടെ റിലേഷൻഷിപ്പിനെ നമുക്ക് ഇൻസെസ്റ്റസ് റിലേഷൻഷിപ്പ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ അവർ കസിൻസ് ആയതുകൊണ്ട് തന്നെ അവരുടെ കുട്ടികൾക്ക് പിഗിൻ്റെ ടെയിൽ ഉണ്ടാകുമോ, അങ്ങനെ അതായത് ജനിക്കുന്ന അങ്ങനെ ഒരു സൂപ്പർസ്റ്റിഷൻ ഉണ്ടായിരുന്നു. അതായത് ഇൻസെസ്റ്റസ് റിലേഷൻഷിപ്പിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പന്നിയുടെ വാല് കാണും എന്നിങ്ങനൊരു കൈൻഡ് ഓഫ് മിത്തിക്കലായിട്ടുള്ളൊരു സ്റ്റോറി അവിടെ നിന്നിരുന്നു. അപ്പോൾ ഇവർക്ക് ആ ഒരു പേടിയുണ്ടായിരുന്നു. ആൻഡ് ഹൊസെ ആർക്കേഡിയോ ഒരു ഡുവലിൽ, അതായത് 2 പേരുള്ള ഫൈറ്റിൽ ഒരാളെ കൊല്ലുന്നു. ആൻഡ് അവർ ആ വീട് വിട്ടിട്ട് ഈ മെക്കോണ്ടോ എന്നുള്ള ടൗണിനെ കണ്ടുപിടിച്ച് അവരവിടെ അങ്ങ് താമസം തുടങ്ങുകയാണ്. അപ്പോൾ മെക്കോണ്ടോ എന്നുള്ള ടൗണിനെ ഒരു പാരഡൈസ് ആയിട്ടാണ് റൈറ്റർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഹൊസെ ആർക്കേഡിയോ ഒരു ഇൻ്റലിജൻ്റ് ആണ്, പക്ഷേ വളരെ ഒബ്സസീവ് ആയിട്ടുള്ള മാനാണ്. സയൻസും ഡിസ്കവറിയിലും ഒക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. ആൻഡ് അയാൾ ഒരു ജിപ്സിയുമായിട്ട് ഭയങ്കര ക്ലോസ് ആവുന്നു. ആ ജിപ്സിയാണ് ഇയാളെ ടെക്നോളജി എന്താണെന്നും ആൽക്കമി എന്താണെന്നും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ ഹൊസെ ആർക്കേഡിയോ ഈ സയന്റിഫിക് എക്സ്പെരിമെന്റ്സിൽ അങ്ങ് ലോസ്റ്റ് ആയി പോകുന്നു. ഉർസുലയാണ് പിന്നീട് ഹൗസ് ഹോൾഡും ഫിനാൻസസും ഫാമിലിയുടെ സർവൈവലും കാര്യങ്ങളും എല്ലാം അവരാണ് പിന്നെ നോക്കുന്നത്. ഇനി ഫസ്റ്റ് ജനറേഷൻ ഓഫ് ബെൻഡിയ ഫാമിലിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവരുടെ മക്കളെ കുറിച്ചാണ് പറയുന്നത്, ഹൊസെ ആർക്കേഡിയോയുടെയും ഉർസുലയുടെയും. ഇവരുടെ മക്കളുടെ പേരും മൂത്ത മോന്റെ പേരും ഹൊസെ ആർക്കേഡിയോ എന്നാണ്. അയാൾ വളരെ സ്ട്രോങ് അഡ്വഞ്ചറസ് ബോയ് ആണ്. ജിപ്സീസുമായിട്ട് നടക്കുന്നതാണ് ഇഷ്ടം. അടുത്ത മോന്റെ പേര് ഒർലിയാനോ എന്നാണ്. കേണൽ ഒർലിയാനോ എന്നാണ് പറയുന്നത്. വളരെ ക്വയറ്റ് ആയിട്ടുള്ള ഇൻട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ചൈൽഡാണ്. വാറിനോടാണ് താല്പര്യം. അടുത്ത ചൈൽഡിന്റെ പേര് അമറാൻഡ എന്നാണ്. വളരെ പ്രൗഡ് ആൻഡ് പാഷനേറ്റ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. സോളിറ്റ്യൂഡും ഒക്കെയാണ് ഇഷ്ടം. അങ്ങനെ മെക്കോണ്ടോ എന്നുള്ള ടൗൺ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ സെറ്റിലേഴ്സ് വരുന്നു. അങ്ങനെ ടൗണിന്റെ ഗോൾഡൻ ഏജ് അവിടെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അടുത്ത സെക്ഷൻ വാറും പൊളിറ്റിക്സും ട്രാജഡിയാണ്. അതായത് മിഡിൽ ജനറേഷനെ കുറിച്ചാണ് അടുത്ത നമ്മൾ പറയാൻ പോകുന്നത്. ആഫ്റ്റർ മെനി ഇയേഴ്സ് നമ്മുടെ മകനായിട്ടുള്ള ഹൊസെ ആർക്കേഡിയോ വാറിനൊക്കെ പോയിട്ട് സോളിറ്റ്യൂഡിലോട്ടൊക്കെ നിൽക്കുമായിരുന്നു. ഹൊസെ ആർക്കേഡിയോ അല്ല, കേണൽ ഒർലിയാനോ ആണ് വാറിനോട്ട് പോകുന്നത്. ആൻഡ് ആഫ്റ്റർ മെനി ഇയേഴ്സ് ഹൊസെ ആർക്കേഡിയോ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു വലിയൊരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ ഒരു ടാറ്റൂഡ് മാൻ ആയിട്ട് തിരികെ വരുവാണ്. ആൻഡ് അയാൾ എന്നിട്ട് റബേക്കയെ കല്യാണം കഴിക്കുവാണ്. റബേക്ക എന്ന് പറയുന്നത് ഈ ബെൻഡിയ ഫാമിലി അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓർഫൻ ഗേൾ ആയിരുന്നു. ഈ ഒരു കല്യാണം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്കാൻഡലസ് ആയിട്ട് മാറുന്നു. അങ്ങനെ ഒരു വയലന്റ് എൻഡാണ് ഇവരുടെ ഈ കല്യാണത്തിന് വന്നത്. പോസിബിളി മർഡേർഡ് ബൈ ഹിസ് എനിമീസ്. അതായത് ഇയാളുടെ കല്യാണം അങ്ങ് ഒരു വയലൻസിലാണ് തീർന്നത്. ഇയാളുടെ എനിമീസാണ് ഇയാളെ മർഡർ ചെയ്തതെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കല്യാണം അവസാനിപ്പിച്ചതെന്നാണ് പറയുന്നത്. ഒർലിയാനോ ഒരു പൊയറ്റിക് ആൻഡ് മെലങ്കോളിക് മാൻ ആയിട്ട് മാറി. ഹി ബിക്കംസ് എ റെവല്യൂഷണറി ലീഡർ ആയിട്ട് മാറി ഇൻ എ വാർ. ആൻഡ് 32 റിബല്യൻസ് ഇദ്ദേഹം നടത്തുന്നു. അദ്ദേഹത്തിന്റെ ഫാദർ പിന്നെ ആൻഡ് ഓൾസോ 17 ഇല്ലെജിറ്റിമേറ്റ് ആൺകുട്ടികളെ ഇയാൾ ജന്മം കൊടുക്കുകയാണ്. ആൻഡ് എല്ലാവർക്കും പേരെന്താണ് ഒർലിയാനോ എന്നാണ് പേരിട്ടേക്കുന്നത്. ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് ബാറ്റിൽ അയാൾ വാറൊക്കെ കൊണ്ട് ഇയാളങ്ങ് ടയേർഡായി. ആൻഡ് ഇയാളൊരു സ്വന്തമായിട്ട് ആ ഒരു ലോൺലിനെസ്സിലോട്ടൊക്കെ ഇയാൾ പതുക്കെ അങ്ങ് മാറാൻ തുടങ്ങി. ഇയാൾ പിന്നെ ഗോൾഡ് ഫിഷിന്റെ ഫിഗറിൻസ് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. ഇനി പറയുന്നതെന്ന് വെച്ചാൽ ഈ ഫാമിലിയുടെ ഡിക്ലൈനെ കുറിച്ചാണ് പറയുന്നത്. ഒർലേനിയോയുടെ ചൈൽഡ് ബ്രൈഡ്, അതായത് റെമഡിയോസ് മൊസ്കോട്ടെ എന്ന് പറയുന്ന ആ സ്ത്രീ ചൈൽഡ് ബർത്തിൽ മരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി പിയട്രോ ക്രസ്പി എന്ന് പറഞ്ഞ ഒരു റിഫൈൻഡ് ആൻഡ് റൊമാൻറ്റിക് മാൻ, അത് നമ്മുടെ അമറാൻഡയുടെ ലവ് അഫെയർ ആണ്. പിയട്രോ അയാൾ സൂയിസൈഡ് ചെയ്യുവാണ് ബിക്കോസ് ഷീ ക്രൂവലി റിജക്റ്റഡ് ഹിം.
അമറാൻഡ എന്താണ് ഈ ഒരു റിഗ്രറ്റും വെച്ചുകൊണ്ട് പിന്നീട് ജീവിതകാലം മുഴുവനും ജീവിക്കുകയാണ്. ഇനി ദ ബനാന കമ്പനി ആൻഡ് ദ മാസക്കർ ആണ് പറയാൻ പോകുന്നത്. ഈ ഒരു ഫോറിൻ ബനാന കമ്പനി മെക്കോണ്ടോയിലെത്തുന്നു. അങ്ങനെ ആ മെക്കോണ്ടോ എന്നുള്ള ടൗൺ വളരെ മോഡേണൈസ്ഡ് ആവുന്നു, വളരെ വെൽത്തി ആയിട്ടുള്ള ടൗണായി മാറുന്നു. കമ്പനി വർക്കേഴ്സിനെ എല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, പക്ഷേ വർക്കേഴ്സ് ലേബർ സ്ട്രൈക്കിലോട്ട് പോകുന്നു. ഹൊസെ ആർക്കേഡിയോ എന്താണ് ഒരു യൂണിയൻ ലീഡറായിട്ട് മാറുവാണ്. ആൻഡ് ഗവൺമെൻറ് എന്ത് ചെയ്യാണ്, വർക്കേഴ്സിൻ്റെ മാസ് എക്സിക്യൂഷൻ ഓർഡർ ചെയ്യുന്നു. പക്ഷേ ഹിസ്റ്ററി ഈ ഒരു ഇവൻറ്റ് നോട്ടീസ് ചെയ്യുന്നില്ല, ഇറേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഹിസ്റ്ററി ബുക്സിലൊന്നും നമുക്ക് ഈ ഒരു ഇവൻറ്റ് കാണാൻ സാധിക്കത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഹൊസെ ആർക്കേഡിയോ മാത്രമാണ് ഇതിനകത്ത് വിറ്റ്നസ് ആയിട്ട് നിൽക്കുന്നത്. ആൻഡ് അയാൾ ശരിക്കും പറഞ്ഞ് ഈ ട്രൂത്തിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പിന്നെന്താണ് ഫൈറ്റ് ചെയ്ത് നടക്കുന്നു. പക്ഷേ അവസാനം അയാൾ എന്താണ് മരിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് മെക്കോണ്ടോ ഒരു പ്രാവശ്യം വളരെ ഗോൾഡൻ ടൗൺ ആണെങ്കിൽ പിന്നീട് അത് ഡീക്കേ ആവാൻ തുടങ്ങി. ഇനി ലാസ്റ്റ് ജനറേഷൻ ആൻഡ് ഫാമിലീസ് എൻഡ് ആണ് പറയാൻ പോകുന്നത്. റെമഡിയോസ് ദ ബ്യൂട്ടി എന്നുള്ള ആ ഒരു ക്യാരക്ടർ വളരെ നൈവായിട്ടുള്ള ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വുമനാണ്. ആൻഡ് അവർ പ്യൂരിറ്റിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് സർവൈവിങ് ബെൻഡിയ ഫാമിലിയിലെ ക്യാരക്ടറാണ് വീണ്ടും ഒർലിയാനോ ബെബിലിയോണിയോ എന്നുള്ളതാണ്. ആ ക്യാരക്ടറും സോളിറ്റ്യൂഡിലായി പോവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഹി ഡിസ്കവേഴ്സ് എന്താണ് ദി എൻറ്റയർ ഹിസ്റ്ററി ഓഫ് മെക്കാണ്ടോ ടൗണിനെ കുറിച്ചുള്ള എൻറ്റയർ ഹിസ്റ്ററിയും അതുപോലെ തന്നെ നമ്മുടെ ബെൻഡിയ ഫാമിലിയെക്കുറിച്ചുള്ള ഹിസ്റ്ററിയും ഈ ഒരു പയ്യനാണ്, ഒർലിയാനോ എന്നുള്ള പയ്യനാണ്. അത് ലാസ്റ്റ് ജനറേഷനിലുള്ള ആളാണ് കണ്ടുപിടിക്കുന്നത്. ഒർലിയാനോ ആണ്ടായിട്ടുള്ള അമറാൻഡ ആയിട്ട് ഇഷ്ടത്തിലാവുകയാണ്. ആൻഡ് അവരെന്താണ് ഇൻസെസ്റ്റസ് റിലേഷൻഷിപ്പാണ്. സോ അവർക്ക് ആ ശാപം കിട്ടുന്നു. അവരുടെ പിന്നെന്താണ് കുഞ്ഞിന് അല്ലെങ്കിൽ അവരുടെ മകന് പിഗിൻ്റെ ടെയിലാണ് ജനിച്ചപ്പോൾ കിട്ടിയത്. അങ്ങനെ ആ കുട്ടി മരിക്കുന്നു. അങ്ങനെ അതോടുകൂടി ആ ബെൻഡിയ ഫാമിലി ലൈൻ തന്നെ അവിടെ, ബ്ലഡ് ലൈൻ തന്നെ അവിടെ അവസാനിക്കുവാണ്. അങ്ങനെ ഒർലിയാനോ നമ്മുടെ ആ ജിപ്സിയുടെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നു. ഒരു ഹൊറിക്കെയിൻ മെക്കോണ്ടോ എന്നുള്ള ടൗണിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. അങ്ങനെ അത് എക്സിസ്റ്റൻസിൽ നിന്ന് തന്നെ ആ ടൗൺ അങ്ങ് നശിക്കുകയാണ് ചെയ്യുന്നത്. നോവൽ എൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് എ റിയലൈസേഷൻ ദാറ്റ് മെക്കാൻഡോയും അതിലുള്ള ആളുകൾക്കും ഹിസ്റ്ററിയെ വെച്ച് നോക്കുമ്പോൾ ഒരു സെക്കൻഡ് ചാൻസ് അവർക്ക് കിട്ടിയില്ല. അപ്പോൾ സോളിറ്റ്യൂഡ്, ഹിസ്റ്ററിയുടെ റെപ്പറ്റീഷൻ, മാജിക്കൽ റിയലിസം ഇതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോളിറ്റ്യൂഡ് എന്ന് പറയുമ്പം എല്ലാ ജനറേഷനിലുള്ള ബെൻഡിയ ഫാമിലിയിലുള്ള ആളുകൾ ലോൺലിനെസ് ആൻഡ് ഐസൊലേഷൻ ഫേസ് ചെയ്യുന്നു. ഫാമിലി അതുപോലെ തന്നെ വാർ, ലവ്, ട്രാജഡി എല്ലാ ജനറേഷനിലും ഹാപ്പൻ ചെയ്യുന്നു. പിന്നെ ഈ ഫാൻറ്റസി പ്ലസ് റിയാലിറ്റി എലിമെൻറ്റ്സ് നമുക്ക് ഇതിനകത്ത് കാണാനും സാധിക്കുന്നു. സോ ഈ ലാറ്റിൻ അമേരിക്കയിലെ ഒരു അല്ലെങ്കിൽ നോവൽ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ മെറ്റഫർ ഫോർ ലാറ്റിൻ അമേരിക്ക എന്നാണ് പറയുന്നത്. ലാറ്റിൻ അമേരിക്ക അവർ ഫേസ് ചെയ്ത സ്ട്രഗിൾസ്, റെവല്യൂഷൻസ് ഇതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞ് പോയേക്കുന്നത്. പിന്നെ നമുക്കിതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ സ്കെച്ച് നോക്കണം. ക്യാരക്ടർ സ്കെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ മെയിൻ ക്യാരക്ടർ ഹൊസെ ആർക്കേഡിയോ, അതായത് മെക്കോണ്ടോ എന്നുള്ള ടൗണിൻ്റെ ഫൗണ്ടർ, നമ്മുടെ ആദ്യത്തെ ഹൊസെ ആർക്കേഡിയോ. അപ്പോൾ അയാൾ ഇൻ്റലിജൻ്റ് ആണ്, ക്യൂരിയസ് ആണ്. പിന്നെ ബെൻഡിയ ഫാമിലിയുടെ മെയിൻ ക്യാരക്ടറായിരുന്നു. മെക്കോണ്ടോ ടൗൺ കണ്ടുപിടിച്ച ഇയാളാണ്. ലീഡറായിട്ടും ഡ്രീമറായിട്ടും തുടങ്ങി ഇയാളാണ് ഈ ടൗണിനെ ക്രിയേറ്റ് ചെയ്തത്. വളരെ ആൽക്കമിയോടും സയൻസിനോടും വളരെ ഒബ്സസ്ഡായി ഇയാൾ അവസാനം ഇയാളുടെ ഫാമിലി അങ്ങ് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവസാനം ഇയാൾക്ക് മാഡ് ആവുകയാണ്, ഒരു അൺനോൺ ലാംഗ്വേജ് ഒക്കെ സംസാരിക്കുന്നു. ആൻഡ് ഇവൻച്വലി ഹീസ് ടൈഡ് ടു എ ട്രീ. അവിടെ വെച്ചിട്ട് മരത്തിൽ കെട്ടിയിട്ട് ആ മരത്തിൽ വെച്ചിട്ടാണ് ഇയാൾ മരിക്കുന്നത്. ആ ഒരു ഇതിലാണ് മരിക്കുന്നത്, ഒറ്റപ്പെടലിലാണ് മരിക്കുന്നത്. അടുത്ത ഉർസുല, ഇയാളുടെ ഭാര്യയായിട്ടുള്ള ഉർസുല വളരെ സ്ട്രോങ് വിൽഡാണ്, പ്രാക്ടിക്കലാണ്, ലോങ് ലിവ്ഡ് ആണ്. ബെൻഡിയ ഫാമിലിയുടെ പില്ലർ എന്ന് പറയുന്നത് ഇവർ തന്നെയാണ്. 100 വർഷത്തോളം ഇവരാണ് ഈ ബെൻഡിയ ഫാമിലി കൊണ്ടുപോയത്. ഇൻസെസ്റ്റസ് റിലേഷൻഷിപ്പിനെയൊക്കെ ഇവർക്ക് പേടിയാണ്. ആൻഡ് ഇവർ വോൺ ചെയ്യുന്നുണ്ട് ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനെയും. കാരണം ഇൻസെസ്റ്റസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പിഗ്ടെയിൽ ഉണ്ടാകുന്നു. ആൻഡ് ഹൗസ് ഹോൾഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഇവരാണ്. 100 വർഷം ഇവർ ജീവിച്ചിരിക്കുന്നു. അപ്പം മെക്കോണ്ടോ എന്നുള്ള ടൗണിൻ്റെ റൈസ് ആൻഡ് ഫോൾ കാണുന്ന ഒരേ ഒരു ക്യാരക്ടർ നമ്മുടെ ഇവരാണ്, ഉർസുലയാണ്. ഓൾഡ് ഏജ് ആകുമ്പോഴത്തേക്ക് ഇവർ ബ്ലൈൻഡ് ആവുന്നുണ്ട്, പക്ഷേ സ്റ്റിൽ കണ്ടിന്യൂ ടു മാനേജ് ദി ഹൗസ്. ഇനി കേണൽ ഒർലിയാനോ ബെൻഡിയ, അത് ഇവരുടെ മകൻ. ഇൻട്രോവേർട്ടഡ് ആണ്, റെബല്യസ് ആണ്, മെലങ്കോളിക് ആണ്. സിവിൽ വാറിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. വളരെ സെൻസിറ്റീവ് ആൻഡ് ആർട്ടിസ്റ്റിക് യങ്മാൻ ആണ്. പോയട്രി ഒക്കെ എഴുതുന്നുണ്ട്. മിലിറ്ററി ലീഡറായിട്ട് മാറി 32 വാർ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾ. 17 മക്കൾ, ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള മക്കളാണുള്ളത്. എല്ലാ മക്കൾക്കും ഒർലിയാനോ എന്നുള്ള പേരാണ് കൊടുത്തിരിക്കുന്നത്. വാറിൽ നിന്നും അടുത്ത് ഇയാൾ അവസാനം സ്വയം ഐസൊലേറ്റ് ചെയ്യുന്നു. ഗോൾഡ് ഫിഷ് ഫിഗറിൻസ് ഉണ്ടാക്കി കൊടുക്കുന്നു അൺടിൽ ഹിസ് ഡെത്ത്. വല്ലാത്തൊരു ട്രാജിക് ക്യാരക്ടറാണ് ഇയാളുടേത്. ഇനി ഹൊസെ ആർക്കേഡിയോ ആണ് എൽഡസ്റ്റ് സൺ. റിബല്യസ്, സ്ട്രോങ്, പാഷനേറ്റ് ആണ്. ഫസ്റ്റ് ബോൺ സണ്ണാണ്, അഡ്വഞ്ചറസ് ആണ് കുറച്ചും കൂടി. ജിപ്സീസിൻ്റെ കൂടെ ഓടിപ്പോകുന്നുണ്ട്. പിന്നെ ഒരു ടാറ്റൂഡ് ജയൻ്റായിട്ട് തിരികെ വരുന്നു. മെക്കോണ്ടോ എന്നുള്ള ടൗണിൻ്റെ കൺട്രോൾ ഇയാൾ എടുക്കുവാണ്. എന്നിട്ട് റബേക്കയെ, അതായത് അഡോപ്റ്റഡ് സിസ്റ്ററിനെ കല്യാണം കഴിക്കുന്നു. മിസ്റ്റീരിയസ് ആയിട്ട് മരിക്കുവാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ആരോ മർഡർ ചെയ്തെയാണ് ഇയാളുടെ എനിമീസ്. ഇനി റബേക്ക,
ഇൻഡിപെൻഡൻറ്റ്, സ്ട്രേഞ്ച് ആൻഡ് ഇൻട്രോവേർട്ടഡ് ആണ്, ഓർഫൻ ആണ്, ബെൻഡിയ ഫാമിലി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു. എർത്ത്, അതായത് മണ്ണ് തിന്നുന്ന സ്വഭാവമുണ്ട്, ചോക്കും മണ്ണും തിന്നുന്ന സ്വഭാവം ഈ കുട്ടിക്ക് പണ്ട് കുഞ്ഞിലെ മുതലേ ഉണ്ടായിരുന്നു. ഹൊസെ ആർക്കേഡിയെ കല്യാണം കഴിക്കുന്നു, ഉർസുലയ്ക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ട് പോലും. പിന്നെ ഐസൊലേറ്റഡ് ആവുന്നു, ഹസ്ബൻഡിന്റെ ഡെത്തിന് ശേഷം ഐസൊലേറ്റഡ് ആയി മാറുവാണ്. ഇനി അടുത്ത അമറാൻഡ ആണ്. അമറാൻഡ എന്ന് പറയുന്നത് പ്രൗഡ് ആൻഡ് ബിറ്റർ ആണ്. ഒർലേനിയയുടെയും ഹൊസെ ആർക്കേഡിയുടെയും അനിയത്തിയാണ് അമറാൻഡ എന്ന് പറയുന്നത്. പിയട്രോ ക്രസ്പി എന്നുള്ള മനുഷ്യനെ ഇവർ റിജക്ട് ചെയ്യുന്നുണ്ട്. അയാൾ അവസാനം പോയി സൂയിസൈഡ് ചെയ്യുന്നു. പിന്നീട് നെഫ്യൂ ആയിട്ട് ഇവർ ഫോൾ ഇൻ ലവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നു. അവസാനം എന്താണ്, ഒരു ഫ്യൂണറൽ ഡ്രസ്സ് തുന്നിക്കൊണ്ടിരുന്ന സമയത്ത് ഇവർ ഒറ്റയ്ക്ക് അങ്ങ് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത റെമഡിയോസ് ദ ബ്യൂട്ടിയാണ്. ഇന്നസെന്റ് ആണ്, പാസീവ് ആണ്, മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൺ ഇൻ മെക്കോണ്ടോ എന്നാണ് അറിയപ്പെടുന്നത്. വേൾഡ്ലി മാറ്റേഴ്സിലെങ്ങും ഒരു ഇൻട്രസ്റ്റും ഇല്ല, ലവിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിയും ഇവർക്കില്ല. സഡൻലി എന്താണ്, ഫാമിലിയുടെ ഫ്രണ്ടിൽ വെച്ച് ഇവള് ഹെവനിലോട്ട് അസെൻഡ് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, മാജിക്കൽ എലിമെന്റ്സ് ഉണ്ട്. അപ്പോൾ പ്യൂരിറ്റി അല്ലെങ്കിൽ മിസ്റ്ററിയെ കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇത്. ഇനി ഹൊസെ ആർക്കേഡിയോ ആൻഡ് ഒർലിയാനോ സെഗുണ്ടോ, ദ ട്വിൻസ് വരുന്നുണ്ട്. ഈ ട്വിൻസ് എന്ന് വെച്ചാൽ ഇനി അടുത്ത ജനറേഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവർക്ക് ഇതേ പേര് തന്നെയാണ് ഇട്ടേക്കുന്നത്, ട്വിൻസ്. ഹൊസെ ആർക്കേഡിയോ എന്ന് പറയുന്ന ബനാന കമ്പനി വിറ്റ്നസ് ചെയ്യുന്നുണ്ട്. ബനാന കമ്പനി മാസക്കർ വിറ്റ്നസ് ചെയ്യുന്നു. ട്രൂത്ത് എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് മരിച്ചു പോകുന്നു. ഒർലിയാനോ എന്താണ്, മാരീസ് എന്താണ്, ഫെർണാൻഡ ഡെൽ കാർപ്പിയോ. പക്ഷേ പെട്ര കോട്ടസുമായിട്ട് ഇയാൾക്കൊരു അഫെയർ ഉണ്ടാവുന്നു. ഭയങ്കര എക്സസ് വെൽത്തിലാണ് ഇവർ ജീവിക്കുന്നത്, പക്ഷേ പോവർട്ടിയിൽ എൻഡ് ചെയ്യുന്നു. ഇനി ഫെർണാൻഡ ഡെൽ കാർപ്പിയോ ആരാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ സെക്കൻഡ് ജനറേഷനായിട്ട് വരും. വളരെ റിജിഡ് ആൻഡ് കൺട്രോളിങ് കൺസർവേറ്റീവ് ആയിട്ടുള്ള സ്ത്രീയാണ്. ഒർലിയാനിയോയുടെ വൈഫാണ്. സ്ട്രിക്റ്റ് കാത്തലിക് വാല്യൂസ് ആണ് മെക്കോണ്ടോ എന്നുള്ള ടൗണിൽ ഇവർ ഇമ്പോസ് ചെയ്തത്. പിന്നെന്താണ്, സ്ട്രിക്റ്റ് ലൈഫ് സ്റ്റൈലാണ് ഇവരുടെ മക്കൾക്കും ഉള്ളത്. അവസാനം ഒറ്റയ്ക്കാണ് മരിച്ചത്. അടുത്ത ഒർലിയാനോ ബാബിലോണിയ, അതാണ് ലാസ്റ്റ് ബെൻഡിയ ഫാമിലിയിലെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇന്റലിജന്റ് ആണ്, സ്കോളർലിയാണ്, ഐസൊലേറ്റഡ് ആണ്, ബെൻഡിയ ഫാമിലിയിലെ ലാസ്റ്റ് ഡിസെൻഡന്റ് ആണ്. പിന്നെന്താണ്, അയാളാണ് ഈ മെക്കോണ്ടോ എന്നുള്ള ടൗണിനെ കുറിച്ചുള്ള ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടുപിടിക്കുന്നതും ഇവരുടെ ആൻഡിനെ, അതായത് അമറാൻഡയുമായിട്ട് ഇഷ്ടത്തിലാവുന്നു. അൺനോയിങ്ലി ഇൻസെസ്റ്റസ് റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് ആവുന്നു. അവർക്കുണ്ടാവുന്ന കുഞ്ഞിന് പിക്റ്റെയിൽ ഉണ്ടാവുന്നു. അവസാനം അതും മരിക്കുന്നു. അങ്ങനെ ഫാമിലിയിലെ കേഴ്സാണ് അവിടെ കംപ്ലീറ്റ് ആവുന്നത്. അവസാനം എന്താണ് സംഭവിക്കുന്നത്, മെക്കോണ്ടോ എന്നുള്ള ടൗൺ എന്താണ്, ഹൊറിക്കെയിൻ വന്ന് എന്ത് ചെയ്യുകയാണ്, നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ബെൻഡിയ ഫാമിലിയെക്കുറിച്ചും മെക്കോണ്ടോയെക്കുറിച്ചും ആർക്കും ഒരു വിവരവും ഇല്ല. ഇതാണ് ഇതിനകത്ത് പറഞ്ഞു പോയിരിക്കുന്നത്.